സക്കീറിയ ഡോക്ടർ റൂമിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു ഡോക്ടറെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് എനിക്ക് തല വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾക്ക് തലക്ക് അസുഖം ഉണ്ടെങ്കിൽ മാനസിക ഡോക്ടർക്ക് പോയിട്ട് കാണിക്കുക, അത് ഇവിടെയല്ല ചികിത്സിക്കേണ്ടതെന്ന്. പിറ്റേ ദിവസം അവളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവൾ എന്നെ അവിടുന്ന് ആട്ടി ഓടിക്കാൻ നോക്കിയതാണ്. എന്നെക്കൊണ്ട് ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ ഒരാളെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്കുള്ളത്. ഡോക്ടർ മോമീന എൻ്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് കൊടുത്ത് അകത്താക്കാനുള്ള ശ്രമത്തിലാണ്. അരമന ആശുപത്രിയിൽ നടന്ന ക്രൂരതയുടെ പച്ചയായ മുഖം പൊതുജനം തിരിച്ചറിയണം. ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം ഒരുപാട് ചെറുതായി പോകും. ഒരു ഡോക്ടർ ഒരു രോഗിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കൊടും ക്രൂരതയാണ് ഹാജിറ എന്ന യുവതി അരമന ആശുപത്രിയിലെ ദന്തിസ്റ്റിൽ നിന്നും നേരിട്ടത്. ഞാനൊരു യുവതിയാണ്, എനിക്ക് ഭർത്താവ് ഒരു മോനും ഉണ്ട്. എനിക്കിപ്പോൾ എന്തെന്ന് വെച്ചെങ്കിൽ എനിക്കിപ്പോൾ ഒരാളെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ മുഖം ഒരു ഭാഗത്തേക്ക് ഫുള്ള് ചെരിഞ്ഞ് പിന്നെ വീക്കം വന്നു. അന്നേരമാണ് ഡോക്ടർ ഇഞ്ചക്ഷൻ നോക്കുന്നത്. ഡോക്ടറിന് പറയാൻ പറ്റുന്നത് കയ്യബദ്ധമെന്ന ഒറ്റ ഒരു വാക്കാണ്. എന്നാൽ യുവതിക്കാവട്ടെ നഷ്ടപ്പെട്ടത് ആ യുവതിയുടെ ഇനിയുള്ള ജീവിതമാണ്. ദന്തിസ്റ്റിന് തെറ്റ് സംഭവിച്ചപ്പോൾ പ്രതികരിക്കാതെ കരുണ കാണിച്ച് മിണ്ടാതിരുന്നതാണ് ആ ദമ്പതികൾ ചെയ്ത തെറ്റ്. അവർ ആവശ്യപ്പെട്ടത് നിങ്ങളോട് ചികിത്സക്ക് മാത്രമാണ്. എന്നാൽ നിങ്ങളാവട്ടെ നിങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് ആ പാവങ്ങളെ വേട്ടയാടാനാണ് മുന്നോട്ട് വന്നത്. ആ കപടമുഖം സമൂഹം വലിച്ചെറിയുന്ന കാലം വിദൂരമല്ല. എന്താണ് ഹാജിറ പബ്ലിക് കേരളയോട് തുറന്നു പറഞ്ഞത്? കാണാം. ഏപ്രിൽ 26 അരമന ഹോസ്പിറ്റലിൽ ഞാൻ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടുന്ന് ഡെൻറ്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മോമീന റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി എന്നെ ബെഡിൽ കിടത്തി അവിടുന്ന് അനസ്തേഷ്യ കൊടുത്ത ടൈമിൽ എനിക്ക് നല്ലോണം വേദന അനുഭവപ്പെട്ടതാണ്. അന്നേരം ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ സാധാരണ വേദന ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ടൈമിൽ വേദന ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോഴേക്കാണ് എൻ്റെ മുഖം ഒരു ഭാഗത്തേക്ക് ഫുള്ള് ചെരിഞ്ഞ് പിന്നെ വീക്കം വന്നു. അന്നേരമാണ് ഡോക്ടർ ഇഞ്ചക്ഷൻ നോക്കുന്നത്. ആ നോക്കിയ ഉടനെ ഡോക്ടർ അവിടുത്തെ അരമന ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ പോയി അവിടുന്ന് എന്നെ പെട്ടെന്ന് കാഷ്വാലിറ്റിക്ക് മാറ്റി. അവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ തന്ന് പിന്നെ എൻ്റെ ഫേസ് ഒരു ഭാഗത്ത് ഇതായത് കുറച്ച് നേരായി പിന്നെ ഫുള്ള് വീക്കം വന്നതാണ്. പിന്നെ അതിന് ശേഷം എനിക്ക് ചെറിയൊരു അബോധാവസ്ഥയിലാണ്. എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അത് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ആയത് ഞാൻ. പിന്നെ പിറ്റേ ദിവസമാണ് എനിക്ക് ശരിക്കും ഒരു ഓർമ്മ വരുന്നത്. അന്നേരം ഒരു ഉച്ചയ്ക്ക് 12 മണി സമയത്ത് ഡോക്ടർ മോമിന വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്കിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പോവാം എന്ന് വെച്ചാൽ എനിക്കെന്തോ തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് ഫുള്ള് വീക്കം വന്നുകൊണ്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എനിക്കുണ്ടായത്. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്, നടക്കാൻ പോലും പറ്റാത്ത, ഒരാളെ കൈത്താങ്ങില്ലാതെ ഒന്നും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത് എനിക്ക്. ഞാനൊരു അവിടെ അരമന ഹോസ്പിറ്റലിൽ ഒരു 5-ാം ദിവസം വരുമ്പോൾ എനിക്ക് മെഡിസിനെല്ലാം സ്റ്റോപ്പാക്കി. എനിക്ക് തീരെ വയ്യ എന്ന് വെച്ചാൽ തലവേദനയും ഒരു സൈഡ് ഫുള്ള് വേദന ആയതുകൊണ്ട് ഞാൻ ഡോക്ടറോട് എനിക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലറ്റോ തരാൻ പറഞ്ഞിട്ടാകുമ്പോഴേക്കും അവർ പറഞ്ഞു ഡോക്ടർ സക്കീറിയ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് കൊടുക്കണ്ടെന്ന്. അങ്ങനെ സക്കീറിയ ഡോക്ടർ റൂമിൽ വന്നിട്ടാകുമ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് എനിക്ക് തല വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾക്ക് തലക്ക് അസുഖം ഉണ്ടെങ്കിൽ മാനസിക ഡോക്ടർക്ക് പോയിട്ട് കാണിക്കുക, അത് ഇവിടെയല്ല ചികിത്സിക്കേണ്ടതെന്ന്. അതിനുശേഷം ഞാൻ അവൾക്ക് പെരുന്നാളിന് 2 ദിവസം മുമ്പ് ഞാൻ അവൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി എനിക്ക് നല്ലോണം വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവൾ ഫോൺ എടുത്തില്ല, മെസ്സേജിനൊന്നും റീപ്ലൈ കൊടുത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം അവളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവൾ എന്നെ അവിടുന്ന് ആട്ടി ഓടിക്കാൻ നോക്കിയതാണ്. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിനക്ക് ഞാൻ വിളിച്ചത്, അപ്പോൾ നീ ഫോൺ എടുക്കാത്ത എന്തെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ ഫാമിലീൻ്റെയും പോലീസിനും സ്ട്രിക്റ്റ് ഓർഡറാണ്, നിൻ്റെ കോൾ എടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണ് അവൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചു അവളോടത്ത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന്. അപ്പോൾ അവൾ പറഞ്ഞതാണ്, നിനക്ക് ഞാൻ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളതല്ല, നിനക്ക് വേറെന്തോ അസുഖമാണ്,
അതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ വെച്ചതിൽ എനിക്ക് ഇത്ര ഇതായതല്ല, അങ്ങനെയാണ് അവൾ പറഞ്ഞത്. ഞാനൊരു യുവതിയാണ്, എനിക്ക് ഭർത്താവ് ഒരു മോനും ഉണ്ട്. എനിക്കിപ്പോൾ എന്തെന്ന് വെച്ചെങ്കിൽ എനിക്കിപ്പോൾ ഒരാളെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പോയിട്ട് ഡോക്ടർ മൂമിനയുടെ ഒരു കയ്യബദ്ധം മൂലം എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എത്ര നഷ്ടങ്ങളാണ്. എന്നെക്കൊണ്ട് ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ ഒരാളെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്കുള്ളത്. ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ചിലവായ തുകയാണ്. അതിൻ്റെ പേരിലാണ് ഡോക്ടർ മൂമിന എൻ്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് കൊടുത്ത് അകത്താക്കാനുള്ള ശ്രമത്തിലാണ്. 1.5 മാസമായിട്ട് എൻ്റെ ഭർത്താവാണ് എൻ്റെ അടുത്തുള്ളത്. എന്താ വെച്ചെങ്കിൽ എനിക്ക് ഒരാളെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പം എൻ്റെ ഭർത്താവിനെയും കൂടി അറസ്റ്റ് ചെയ്താൽ എനിക്ക് ആരാന്നുള്ളത്. ഹാജിറ പറയുന്നത് ഹാജിറയുടെ മനസ്സിൽ നിന്നാണ്. ഹാജിറക്ക് ഇനിയൊരു വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ ഇതിന് കാരണക്കാരായിട്ടുള്ള അപ്പോത്തിക്കിരികൾ ഇന്നും വിലസുകയാണ്. വേട്ടയാടപ്പെടലിൻ്റെ പുതിയ മുഖങ്ങൾ ഇരകൾക്ക് മുന്നിൽ തുറന്നുകൊടുത്ത് അവർ ആഘോഷിക്കുകയാണ്. അത്തരക്കാരെ സമൂഹം നീതി വ്യവസ്ഥകൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറായില്ലെങ്കിൽ നാളെ ഇരകളാക്കപ്പെടുന്നത് നമ്മളടങ്ങുന്ന സമൂഹമായിരിക്കാം. എന്തായാലും ഹാജിറക്കൊപ്പം നമുക്ക് നിൽക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.